ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ ഇതിന് കണവ എന്ന് പറയാറുണ്ട്, സ്ക്വിഡ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കൂന്തൽ റോസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിന്ന് 1/2 കിലോ കൂന്തളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ ചില ഭാഗങ്ങളെല്ലാം കളഞ്ഞെടുത്ത ശേഷം ഏകദേശം ഒരു 300 ഗ്രാം മാത്രമേ ഈ കൂന്തൽ കാണുകയുള്ളൂ. ഇത് ഞാൻ വളരെ കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്കിതുപോലെ റോസ്റ്റ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് നേരം നമ്മൾ ആ മസാലയെല്ലാം ആ കൂന്തലിൻ്റെ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കണം. കൂന്തൽ വേവിക്കുന്നത് 2-3 തരത്തിൽ വേവിക്കും. വളരെ സ്ലോ ആയിട്ട് 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ കുക്കറിൽ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അധിക നേരം വേവിച്ച് കഴിഞ്ഞാൽ കൂന്തൽ ഇത് റബ്ബർ പോലെ ആയിത്തീരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തത് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലിനാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ് നേരം മാറ്റി വെച്ച കൂന്തൽ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് 1 വിസിലിന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്ത് ചൂടായി വന്നപ്പോൾ ഒരു വലിയൊരു സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നേരത്തെ തയ്യാറാക്കിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബാക്കിയുണ്ട്. അതിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക. ഇനി ഉള്ളി വഴന്നു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് ഞാൻ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കൂന്തൾ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം എല്ലാം പോകുന്നത് വരെ നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി വേവിച്ച് വെച്ച ആ കൂന്തൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂന്തൾ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വെള്ളമെല്ലാം ഇനി വറ്റി ഡ്രൈ ആയി നന്നായിട്ട് റോസ്റ്റ് ആകുന്ന വരെ നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. വേകേണ്ട ആവശ്യമില്ല. ആ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് വറ്റി വന്നാൽ മതി. ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൊണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലെ വെള്ളം എല്ലാം വറ്റി ആ കൂന്തളിൽ ആ മസാലയെല്ലാം നന്നായിട്ട് പൊതിഞ്ഞ് വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കുറച്ച് നേരം മൂടി വയ്ക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആ കൂന്തളിലെ വെള്ളം എല്ലാം വറ്റി നല്ല ഗ്രേവി എല്ലാം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇനി ഇത് ഓഫാക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തി, പൊറോട്ട, അപ്പത്തിൻ്റെ കൂടെ എല്ലാം സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനായിരിക്കും. വളരെ ടേസ്റ്റിയാണ്. ഇത് വേവിച്ചെടുക്കുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കുറേ നേരം വേവിക്കരുത്. ഇനി കുക്കറിൽ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എൻ്റെ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇതേ ഒരു മസാല കൂട്ട് വെച്ച് കൂന്തളൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പുതിയ റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.